നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നിങ്ങൾ ഇത്ര വലിയ ആലോചന? പുതിയ മന്ത്രിസഭ രൂപീകരണം വല്ലതും ആണോ മനസ്സില്? അല്ല, ഞാൻ ചിന്തിച്ചപ്പോ AC ബിസിനസ് ഉടനെ തുടങ്ങണം. മഴക്കാലം വന്നാൽ ബിസിനസ് ഡള്ളാവും. നിങ്ങൾ വല്ല ടെക്സ്റ്റൈൽ ബിസിനസ്സും തുടങ്ങുന്നതാ നല്ലത്. തിരുപ്പൂരോ കാഞ്ചീപുരത്തോ പോയി കുറച്ച് സാരികൾ എടുക്ക്. എന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ വീട് തോറും കയറിങ്ങി വിൽക്കാം നിന്റെ സാരി. നിന്റെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാരികൾ മാറി മാറി ഉടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നിന്റെ കുറച്ച് ഓർണമെന്റ്സ് എനിക്ക് പ്ലഡ്ജ് ചെയ്യാൻ താ. സോറി, പറഞ്ഞത് ഇംഗ്ലീഷിലായിപ്പോയി. നിന്റെ കുറച്ച് ആഭരണങ്ങൾ എനിക്ക് പണയം വെക്കാൻ തരുമോന്ന്? കിട്ടിയത് തന്നെ. നിങ്ങളെ ഒരു ബിസിനസ്സും തുടങ്ങണ്ട. നിങ്ങളെ വെറുതെ ഇരിക്കുന്നതാ കുടുംബത്തിന് ലാഭം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഡോൺ കിക്സോട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? യുദ്ധത്തിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും പൊട്ടിപ്പോയ വല വീണ്ടും വീണ്ടും നെയ്യുന്ന ചിലന്തിയെ മാതൃകയാക്കിയാണ് ജയിച്ചത്. അതിന് അതുപോലൊരു ദിവസം ഞാനും ജയിക്കും. എന്നാ പിന്നെ ചെലന്തിയോട് പോയി ആഭരണം ചോദിക്കേ. അതിന് ഞാൻ ചിലന്തിയുടെ മോളെ അല്ലല്ലോ കെട്ടിയിരിക്കുന്നത്. എന്നാ പിന്നെ പോയി അച്ഛനോട് ചോദിക്കേ. മരുമോൻ ചോദിച്ചാ തരാതിരിക്കത്തില്ല. ഏയ്, അച്ഛനോട് ഞാൻ ചോദിക്കില്ല. ആ പാവം നിനക്ക് തരാനുള്ളെല്ലാം തന്നു കഴിഞ്ഞു. നല്ല ജീവിതം, വസ്ത്രം, ഭക്ഷണം, മികച്ച ഒരു ഭർത്താവ്, മികച്ച സ്കൂളിലെ പഠനം. പിന്നെ എല്ലാ ക്ലാസ്സിലും തോറ്റത് അച്ഛന്റെ തെറ്റല്ലല്ലോ. അയ്യോ, എന്റെ അച്ഛൻ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു മികച്ച ഭർത്താവിനെ എനിക്ക് കണ്ടെത്തി തന്നത്. അതുകൊണ്ട് നിനക്ക് മികച്ചൊരു ജീവിതം കിട്ടി. എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മക്കളില്ലാത്തിന്റെ പേരിൽ എന്നേ നിന്നെ തൂക്കി എറിഞ്ഞേനെ. അതെ, പശുവിനെ അറക്കാൻ കൊടുക്കണമെന്നാണല്ലോ നാട്ടു ചൊല്ല്. പ്രേമേ, തൊട്ടുപോവരുത് തന്നെ. നീ ഒന്ന് ക്ഷമിക്ക്. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പറഞ്ഞു വന്നപ്പോ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ തന്നെ മക്കളുണ്ടാവത്ത് എന്റെ കുഴപ്പം കൊണ്ടാണെന്നല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്.